സ്വാഗതം സയന ടാരോ കാർഡ് റീഡിലേക്ക്. ഇന്നത്തെ ദിവസം ഞാൻ ടാരോയോട് ചോദിക്കുന്നത് എന്ത് സ്ട്രാറ്റജിയാണ് ഞാനിപ്പോൾ ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ്. അതായത് നമ്മളൊരു കടുത്തൊരു സമ്മർദ്ദമായിട്ടൊരു ഇതിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് നിലപാടാണ് നമുക്ക് എടുക്കേണ്ടത് എന്ന് ഏഞ്ചൽസ് പറഞ്ഞിരുന്നു. നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ വെല്ലുവിളി നേരിടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് വ്യക്തിയാവാം, ഒരു സിറ്റുവേഷൻ ആവാം, ആര് വേണമെങ്കിലും ആവാം. എന്ത് നിലപാടാണ് ഏഞ്ചൽസ് നമ്മളോട് പറയുന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് പ്രസൻസ് എന്ന് പറയുന്ന കാർഡാണ് എന്നുള്ളത്. പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കാർഡ് നമ്മളോട് പറയുന്ന സന്ദേശം എന്ന് പറയുന്നത് റിമെയിൻ അവെയർ അറ്റ് ഓൾ ടൈംസ് എന്നുള്ളതാണ്. അതായത് തീർച്ചയായിട്ടും നമ്മളൊരാളുമായിട്ട് വഴക്കടിക്കാൻ എന്തെങ്കിലും പോവുകയാണെങ്കിൽ നമ്മളെപ്പോഴും നമ്മളെ പ്രസൻസ് ചുറ്റും ചിലപ്പോൾ കുട്ടികൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് എന്ത് മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഒരു അവെയർനെസ് ആണ് ആവശ്യം എന്നുള്ളതാണ്. അതായത് വരും വരായികൾ നോക്കാതെ ഒന്ന് ചെയ്യരുതെന്നുള്ളതാണ് ആദ്യ സന്ദേശം. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് ഗ്രേറ്റ് ക്രിസ്റ്റൽ എന്ന് പറയുന്ന കാർഡാണ്. ഗ്രേറ്റ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ അന്ന് കാലത്തുണ്ടായിരുന്ന ഇലക്ട്രിസിറ്റി കൊടുത്തിരുന്ന ക്രിസ്റ്റലാണ്. അതായത് നമ്മൾ എന്താ പറയുക, നമ്മുടെ ചക്ര അലൈൻമെൻറ്റ് എന്ന് പറയുന്ന ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, നമ്മുടെ ഉള്ളിൽ ഒരുപാട് പവർ ഉണ്ടെന്നുള്ളതാണ്. അതായത് നമ്മുടെ ശക്തി നല്ലതിനു വേണ്ടി ഉപയോഗിക്കണോ, വഴക്കിന് വേണ്ടി ഉപയോഗിക്കണോ, സമാധാനത്തിന് വേണ്ടി ഉപയോഗിക്കണോ എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അനാവശ്യമായിട്ടുള്ള വഴക്കുകൾക്കോ അതോ നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല. നമ്മുടെ ശക്തി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് വന്നിട്ടുള്ളത് ടെക്നോളജി എന്ന് പറയുന്ന കാർഡാണ്. ടെക്നോളജി എന്ന് പറയുന്ന കാർഡിൽ നമുക്ക് കിട്ടുന്ന സന്ദേശം യൂസ് യുവർ ടൈം വൈസ്ലി ടു എക്സ്പ്ലോർ ന്യൂ പോസിബിലിറ്റീസ് എന്നുള്ളതാണ്. അപ്പോൾ അതായത് നമ്മുടെ സമയം നമ്മൾ ബുദ്ധിപരമായിട്ട് ഉപയോഗിച്ച് പുതിയ പോസിബിലിറ്റീസിന് വേണ്ടി എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിറ്റുവേഷനിൽ നമുക്ക് പറയാനുള്ളത് കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ട് അവെയർ ആയിരിക്കുക. നമ്മുടെ ഊർജ്ജം നല്ല ഉയർന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. മൂന്ന്, പുതിയ അവസരങ്ങൾ തേടുക അല്ലെങ്കിൽ പുതിയ വഴി നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ സന്ദേശം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാനുള്ളത് അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഊർജ്ജം പുറത്തു കൊണ്ടുവരാതെ മറ്റൊരു വ്യക്തിയെ പോലെ പെരുമാറാതെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ പോസിറ്റിവിറ്റി നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഐ വിഷ് യു ഗുഡ് നൈറ്റ് ഡിയേഴ്സ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക്